ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് സലാലിലെ 3 വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ഐനത്തും വാട്ടർഫോൾസ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കുറച്ച് നടക്കാനുണ്ട്. നല്ലൊരു മനോഹരമായ പാതയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട് തന്നെ. നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പുറത്തും ഇപ്പുറത്തും കാടാണ്. കുറച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് വാട്ടർഫോൾസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഫ്രൈഡേയ്സിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. കുറച്ചടുത്തോട്ട് പോയിട്ടുള്ള വ്യൂ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാവരും ഭയങ്കര ബിസിയാണ്, ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതിയാവില്ല. പക്ഷെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുന്നതിൻ്റെ ഭംഗിയൊന്നും എത്ര വീഡിയോസ് എടുത്താലും നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സലാലിൽ ഇപ്പം ഖരീഫ് സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ടൂറിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. നമ്മളിപ്പം പോകാൻ പോണ വാട്ടർഫോള് അധികം ഒരു എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നടക്കാനുണ്ട്. അങ്ങനെ ആ കാട്ടുവഴിയിലൂടെ കുറേ നടന്ന് വരുമ്പോൾ രണ്ടാമത്തെ വാട്ടർഫോൾ കാണാം. ഇതൊരു ഹിഡൻ വാട്ടർഫോൾ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അവിടെ. നമുക്ക് തേർഡ് വാട്ടർഫോൾ കാണാൻ പോകണമെങ്കിൽ ഈ വെള്ളം കടന്ന് അപ്പുറത്തെ അരുവി കടന്ന് നമ്മൾ ആ കാട്ടിലൂടെ ഇനിയും പോകണമെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഷൂ എല്ലാം നനയ്ക്കണം. നമ്മളപ്പം ഇവിടെ കടന്നു. ഇനി ഇത്രയും നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ ചെറിയൊരു ഈ കാണുന്നത് ഇവിടെ ഇതൊരു ഹിഡൻ വാട്ടർഫോൾ ആയതുകൊണ്ട് തന്നെ വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് വെച്ചിട്ട് ആ ദിശയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ സ്ഥലം ഇത് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ അടിച്ചടിച്ച് ഓടിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അതൊരു വലിയ കഥയാണ്. എന്തായാലും നമുക്ക് വാട്ടർഫോൾ കാണാം. അതായത് നമ്മുടെ തേർഡ് വാട്ടർഫോൾ. നല്ല പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം എന്താ പ്രശ്നം. ഭയങ്കര പോസിങ്ങൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ഇതാണ് നമ്മൾ പറഞ്ഞ തുടങ്ങിയിട്ട് ഫുൾ എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് റിസ്ക് എടുത്താലേ നല്ല ഫോട്ടോസ് കിട്ടത്തുള്ളന്നല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. കണ്ടില്ലേ, എൻ്റെ ഫേസിൽ ഫുള്ള് ഈച്ച കടിച്ചു. കയ്യിലും ദേഹത്ത് ഫുള്ളുണ്ട് കേട്ടോ.